4 ദിവസം പ്രായമുള്ള കുട്ടിയെ ഷൂട്ടിങ്ങിന് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ അത് അത്ര വലിയ കേസില്ല. ഡെയിലി നമ്മൾ ഷൂട്ട് പോകുന്നു, ഒരു ദിവസത്തിനൊക്കെ നമുക്കൊരു കുട്ടിയെ ഈസിയായി കിട്ടും. അങ്ങനെ ഈസിയായി ആലോചിച്ചതായിരുന്നു. ഒരു ലാസ്റ്റ് ഒരു 3 മാസമായിട്ട് നമുക്ക് കുട്ടിയെ കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് അതിന്റെ മറ്റേ വൈഫ് പ്രസവിക്കുന്നതും. ഞങ്ങൾക്ക് അഖിലിനോട് ചോദിക്കണം എന്നുണ്ട്, പക്ഷെ എങ്ങനെ ചോദിക്കാന്ന് അറിയുന്നില്ല. അപ്പൊ അഖിലിന് ഭയങ്കര പ്രശ്നം കൊടുത്തപ്പോൾ അവസാനം അഖിൽ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, വീട്ടിൽ ചോദിക്കും, ഫാമിലിയോട് ചോദിക്കും, അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം 4 ദിവസം എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി പോലും പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഷൂട്ട് സമയത്ത് വളരെ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി വളരെ സ്പെഷ്യൽ കെയർ ആൻഡ് കൺസേൺ കൊടുത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അതിന്റെ സേഫ്റ്റി നോക്കുന്നതും നമ്മൾ ട്രിവാൻഡ്രം ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് ഭയങ്കര വെയിലുള്ള സമയമാണ്. അപ്പോൾ വളരെ മിനിമൽ ആയിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുക. നമ്മൾ അഥവാ ഭയങ്കര സിൻസ് ഈ സിനിമ ആയിട്ടൊരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുട്ടിക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാതെ പറയുന്ന ഒരുപാട് സ്പേസുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വന്നു. സെറ്റ് ചെയ്ത് അതിനെ സാനിറ്റൈസ് ചെയ്ത് അങ്ങനെയായിരുന്നു കുട്ടിയെ വെച്ച് ഷൂട്ട് ചെയ്തത്. സോ അതിന്റെ എല്ലാ പ്രിക്കോഷണറി മെഷേഴ്സും നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ബിഗ് താങ്ക്സ് ടു അഖിൽ ആൻഡ് ഹിസ് ഫാമിലി. കാരണം ഞാൻ പോലും ചിലപ്പോൾ എന്റെ സിനിമയ്ക്ക് എന്റെ കൊച്ചിനെ കൊടുക്കുന്നതല്ല. താങ്ക്സ് ടു ദം. അവരുടെ പാഷനാണ്, എന്റെ ഫാമിലി അത് അംഗീകരിച്ചത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ സിനിമ ഇന്നില്ല മൂടിയിരുന്നത്.